ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് നോക്കുന്നത്. 1985 ഈ കമ്പനി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് സപ്ലൈ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ്. ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, സെയിൽസ് ഓഫ് ഹൈ പെർഫോമൻസ് സൊല്യൂഷൻ ആൻഡ് ക്രിട്ടിക്കൽ മിഷൻ ആൻഡ് ടൈം സെൻസിറ്റീവ് ഓപ്പറേഷനിലാണ് ഇവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇവരെ കസ്റ്റമർ ബേസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. DRDO, അതുപോലെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, അതുപോലെ DPSU, അദാനി, L&T, അങ്ങനെ NMDC അടക്കമുള്ള കമ്പനികളിലാണ് ഇവരുടെ കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഓർഡർ ബുക്കും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ തുക മാറ്റി വെക്കുമ്പോൾ ഈ കമ്പനിക്ക്, അപ്പോളോ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ഈ കമ്പനിക്കും അവരുടെ ഓർഡർ ബുക്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യത ഉള്ള ഒരു കമ്പനി തന്നെയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഈ കമ്പനിയുടെ ഓഹരി വിലയിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം തന്നെ 5% അപ്പ് മൂവ്മെന്റ് പോയിട്ടുണ്ട് ഈ ഓഹരി. അപ്പൊ നമുക്ക് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 3278 CR തന്നെയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു 110 രൂപയിലാണ്. 52 വീക്ക് ഹൈ ലോ നോക്കുവാണെങ്കിൽ 162 രൂപ ഹൈയും 52 രൂപ ലോയുമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോക്കിന്റെ പി എന്ന് പറയുന്നത് 104 ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 18 രൂപ 4 പൈസയാണ് സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഡിവിഡന്റ് ഈൽഡ് വളരെ ചെറിയ രീതിയിലുള്ള ഡിവിഡന്റ് ഈൽഡ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ROCയിലേക്ക് നോക്കുമ്പോൾ 12.5% ROCയും, ROയിലേക്ക് നോക്കുമ്പോൾ 7.39% ROയുമാണ് കാണാൻ സാധിക്കുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളുടെ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നമുക്കറിയാൻ സാധിക്കും. 11 രൂപയിലാണ് സ്റ്റോക്ക് 2022 ട്രേഡ് ചെയ്തത്. 2023 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നത് ഈ 32 രൂപ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരികയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ടാണ് ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്പ് മൂവ്മെന്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കമ്പനിയുടെ പോസിറ്റീവ് സൈഡുകൾ കൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്താണ്ട് 1.91% പ്രൊമോട്ടേഴ്സ് ലാസ്റ്റ് ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്താണ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 കൊല്ലത്തെ സെയിൽസ് ഗ്രോത്ത് ഇൻക്രീസ് ആയത് കാണാൻ സാധിക്കുന്നുണ്ട്. നെഗറ്റീവ് വശങ്ങൾ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 6.33% ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവരെ കമ്പാരിസേഷനിലേക്ക് വരുമ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഇവരുടെ കമ്പാരിസേഷൻ ചാർട്ടിൽ വരുന്നത്. നമുക്ക് ക്വാർട്ടറിലെ റിസൾട്ടുകൾ പരിശോധിക്കാം. ക്വാർട്ടറിലെ റിസൾട്ടുകളിൽ നമുക്ക് നോക്കേണ്ടത് സെയിൽസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ സെയിൽസ് നോക്കുമ്പോൾ 2021 78 CR സെയിൽസ് ഉണ്ടായിരുന്നു. 2024 135 സെയിൽസിൽ ഉയർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച നമുക്ക് ഇവിടെ 135 എന്ന് പറയുന്ന രീതിയിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രമാതീതമായിട്ട് താഴ്ചകളൊക്കെ വന്നിട്ടുണ്ട് സെയിൽസിൽ. അതുപോലെ തന്നെ നമുക്ക് ഇനി നോക്കേണ്ടത് എക്സ്പെൻസ് എന്ന് പറയുന്നത് 107 കോടിയുടെ എക്സ്പെൻസ് ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർച്ച് ക്വാർട്ടറിൽ വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 21% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ 13 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 10 കോടിയായിരുന്നു. അതിന് മുമ്പ് നമുക്ക് നോക്കുമ്പോൾ 7 കോടി, അതിന് മുമ്പ് 2 കോടി. ഇപ്പോൾ കഴിഞ്ഞ ആ 4 ക്വാർട്ടർ പരിശോധിക്കുമ്പോൾ 13 കോടിയായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം EPS എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. 0.47 EPS മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇയർലിയുള്ള കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു കമ്പാരിസൺ ചാർട്ടിലേക്ക് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പരിശോധിക്കുമ്പോൾ 2012 തൊട്ട് 24 കോടിയാണ് സെയിൽസ് വന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 372 കോടിയിലേക്ക് സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി 2014 69 കോടി, 15 103 കോടി, നോക്കി 20 നോക്കുമ്പോൾ 246 കോടിയുടെ സെയിൽസ് ആണ് ഉയർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വളരെ ക്രമാതീതമായിട്ട് സെയിൽസ് ഉയർന്നു വരുന്നുണ്ട്. ബിസിനസ് മെച്ചപ്പെടുന്നതിന്റെ ഒരു സൂചനയായിട്ട് സെയിൽസ് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസ്, കമ്പനിയുടെ പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന എക്സ്പെൻസ് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 84 കോടിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 84 കോടിയാണ്. നമ്മൾ നോക്കുന്ന 14ലേക്കാണ് 5 കോടി മാത്രമാണ് ഉള്ളത്. 12ലേക്ക് 5 കോടി മാത്രമാണ് ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിലേക്ക് ഡയറക്റ്റ് വരുവാണെങ്കിൽ 32 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ കമ്പനി കഴിഞ്ഞ ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് മുമ്പ് 19 കോടി, 15 കോടി, 10 കോടി, അങ്ങനെ നെറ്റ് പ്രോഫിറ്റ് ക്രമാതീതമായിട്ട് ഉയർന്നു വരുന്ന ഒരു കമ്പനിയായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. EPS 2014 നോക്കുമ്പോൾ 1.12%. ഡിവിഡന്റിന്റെ കാര്യത്തിലാണ് നമ്മൾ വളരെയധികം വീക്കിലേക്ക് പോയിരിക്കുന്നത്. ഡിവിഡന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഡിവിഡന്റ് കൊടുക്കാൻ ഈ കമ്പനിക്ക് കഴിയുന്നില്ല. നമുക്ക് ഇനി നോക്കേണ്ടത് നമുക്കിവിടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ 5 കൊല്ലത്തിൽ 7%, 3 കൊല്ലത്തിൽ നോക്കുവാണെങ്കിൽ 22% സെയിൽസ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെയിൽസ് ഗ്രോത്ത്
അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 10 വർഷത്തിൽ 20%, 3 കൊല്ലത്തിൽ നോക്കുകയാണെങ്കിൽ 46% സെയിൽസ് പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രോഫിറ്റ് ഉയർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് CAGR നോക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ 97% CAGR നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 7% തന്നെയാണ്. ലാസ്റ്റ് ഇയറിൽ 7% തന്നെയാണ്. ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ കമ്പനിയുടെ കടങ്ങൾ എത്രയാണ്. 200 കോടിയുടെ കടങ്ങൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിസർവേഴ്സ് എന്ന് പറയുന്നത് 491 കോടിയുടെ നീക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കടം വലിയ രീതിയിലുള്ള ഒരു കടം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയൊക്കെ മൈനസ് ആണ്, കമ്പനിയിൽ പുറത്തേക്ക് പൈസ പോയതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 59 കോടിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റി 130 കോടിയായിട്ടാണ് കാണുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ 0 കാണുന്നത്. മറ്റൊന്ന് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നോക്കേണ്ടത്. ഈ കമ്പനിയുടെ ഓഹരികളൊക്കെ ആരൊക്കെയാണ് എങ്ങനെ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് 55% ഉള്ളത്, 55.12%. കഴിഞ്ഞ 2024 മാർച്ചിൽ 53.21% പ്രൊമോട്ടേഴ്സ് ഇവിടെ ഇൻക്രീസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറെ കാലങ്ങളായിട്ട് 53 അതുപോലെ നമുക്ക് നോക്കേണ്ടത് FIA ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്ക് ബൈ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ വെച്ച് ജൂൺ മാസത്തിൽ 9.75% FIAs ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാർച്ചിൽ 11% അതുപോലെ ഡിസംബറിൽ വന്നപ്പോൾ 11% 2023 അപേക്ഷിച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 9.75% ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ DAയുടെ ഹോൾഡിംഗ്സ് വളരെ കുറവായിട്ട് 0% എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പബ്ലിക് 35% പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക്കിന്റെ ഹോൾഡിംഗ്സ് 35% എന്ന് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കമ്പനിയെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സൈറ്റിൽ പോയിട്ട് ഇവരുടെ ഓർഡർ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലേക്ക് ബൈ എൻട്രി സെൽ എൻട്രി എടുക്കുവാനുള്ള ഒരു നിർദ്ദേശമല്ല ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഇതുപോലെയുള്ള സ്റ്റോക്കുകളിലേക്ക് ബൈ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു സ്റ്റോക്ക് ബൈയോ സെല്ലോ എൻട്രി എടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.